അങ്ങനെ ഫൈനലി നമ്മളെ സെലക്ഷൻ കോൺട്രാക്റ്റ് കൊനാമി കൊണ്ടുവന്ന് അതും എപ്പിക്കിൽ. ഇത് മാത്രമല്ല പുതിയൊരു ക്യാമ്പയിന് ഫ്രീ കോയിൻസ് ഫ്രീ ട്രൈ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും 1 by 1 ആയിട്ട് ഓരോന്നും പറഞ്ഞുതരാം. എല്ലാത്തിനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇനി വരാൻ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ടൈം എന്തായാലും കളയുന്നില്ല, നമുക്ക് നേരെ വീട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നത്തുള്ള ക്യാമ്പയിൻ ഞാൻ പറഞ്ഞു, നമ്മളൊരു വേൾഡ് ഫുട്ബോൾ ഡേൻ്റെ ഭാഗമായിട്ട് 310 കോയിൻസ് തന്നപ്പോൾ ചിലപ്പോൾ ആ ഒരു സെയിം നെയിം തന്നെ ഒരു ക്യാമ്പയിൻ നമ്മൾ കൊനാമി കൊണ്ടുവരാന്നുള്ളത് അതേപോലെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ വർഷം നമുക്ക് ഇതേപോലെ ഒരു എപ്പിക്കുകളാണ് നമുക്ക് തന്നുള്ളത്. അപ്പോൾ അതേ ബേസിൽ തന്നെ പ്രാവശ്യം നമുക്ക് ഫ്രീ എപ്പിക്കുകൾ തന്നെയാണ് കൊനാമി നമുക്ക് തരുന്നത്. ഇതിൻ്റെ മെയിൻ റിവാർഡായിട്ട് നമുക്ക് ഏകദേശം ഇത്രയും പ്ലേയേഴ്സ് അതിലുണ്ട്. അത് 2 പ്ലേയേഴ്സിന് കൊനാമി ഹിഡൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റിവീലായിട്ട് കിട്ടാൻ പോകുന്നത് ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ഈ ഫുട്ബോൾ കണക്ട് വൈകുന്നേരം 5:30 നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 പ്ലേയേഴ്സ് ആരാന്നുള്ള കൊനാമി ആ ഒരു സമയത്താണ് നമുക്ക് റിവീലാക്കി തരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഡാറ്റാ ബേസിൽ നമ്മൾ കൊനാമി 2 പ്ലേയേഴ്സിനെ ആഡ് ആക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേർഡിനൻ്റാണ്. ഫേർഡിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പും കാരണമൊന്നുമില്ല. 2 നമ്മൾ സെനമോ വാങ്ങിൻ്റെ ഒരു കാർഡും ഡാറ്റാ ബേസിലൊപ്പം വന്ന് കിടക്കുന്നുണ്ട്. സോ ഉടനെ ഒരു ഹിഡൻ ആയിട്ട് വെക്കുന്ന 2 പ്ലേയേഴ്സ് മിക്കവാറും ഒന്ന് നമ്മൾ ഫേർഡിനൻറ്റും 2 നമ്മൾ സെനമോ വാങ്ങുവാണ്. സെനമോ വാങ്ങുന്ന ഒരു തായ്ലൻഡ് പരിപാടി ഉണ്ടല്ലോ, അവിടെ പങ്കെടുക്കാൻ പോകുന്നവർക്ക് കൊനാമി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാർഡും കൂടിയാണ്. അപ്പോൾ ഈ 2 പ്ലേയേഴ്സാണ് ബാക്കിയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഉറപ്പിക്കണ്ട, നമ്മളൊരു വീഡിയോ വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞായറാഴ്ച വൈകുന്നേരം 5:30 ആരും മിസ്സാക്കണ്ട. അതിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഹബ്ബാണ് നമുക്ക് പ്രാവശ്യം കിട്ടുന്നത്. അപ്പോൾ ക്യാമ്പയിൻ ഹബ്ബിലാണ് നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് തരുന്നത്. ചൂസ് യുവർ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വഴി നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ പോകണോ റൈറ്റിൽ പോകണോ നമുക്ക് തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് തീരുമാനിക്കാം. അപ്പോൾ ആ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഏതൊരു വട വേണ്ടിച്ചാൽ ആ ഒരു വഴി നമുക്ക് പോകുന്ന ആ രീതിയാണ് പ്രാവശ്യത്തെ ക്യാമ്പയിൻ ഹബ്ബ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ ഫ്രീ കോൺസ് ഒരുപാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വളരെ കറക്റ്റായിട്ട് സിമ്പിളായിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മളെ സെലക്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ ഫ്രീ കോയിൻസും കാര്യങ്ങളൊക്കെ ആ ഒരു മേഖലയിൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകം നോക്കാം. പിന്നെ ലോഗിൻ പ്രസൻറ്റ് ആയിട്ട് അവർ നമുക്കൊരു ഐറ്റം സെലക്ടർ തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഈ ഒരു 4 ടൈപ്പിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും, അതിൽ വേണ്ട നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ നിലക്കാണ് സംഭവം വരിക. ഒന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 10 ഫുട്ബോൾ കോയിൻസ്, റാൻഡം ടോക്കൺ, പൊസിഷൻ ടോക്കൺ അങ്ങനെയൊക്കെ വരിക. 2 എന്ന് പറഞ്ഞാൽ സെയിം 10 കോയിൻസും ഒപ്പം തന്നെ 1,00,000 GPയും ഒപ്പം തന്നെ നമ്മൾ സ്കിൽ ടോക്കൺ, ട്രെയിനേഴ്സ് അങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 4-മത്തെയാണ് ഒരു 30 ഫുട്ബോൾ കോയിൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് സാധനം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് ഓരോന്നായിട്ടാണ് നമുക്ക് കിട്ടാമെന്നവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ഇവൻസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ആ ഒരു ഇവൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 50 കോയിൻസ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി അപ്കമിങ് ആയിട്ട് ഇനി ഒരു ക്യാമ്പയിൻ തീരുന്നത് വരെ നമുക്ക് ഇടയിലായിട്ട് ഓരോ വ്യാഴാഴ്ചകൾ നമുക്ക് ഓരോ സ്പെഷ്യലായിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ ഗെയിമിൽ വരുന്നതായിരിക്കും. നമുക്ക് പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വീക്കിൽ നമ്മൾ ഗോൾഡൻ ഗോൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളൊരു വേൾഡ് സ്റ്റേജ് കണ്ടൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇവൻറ്റ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. അതൊക്കെ അവിടെ എത്തുമ്പോൾ വളരെ കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യം എന്തായാലും പറഞ്ഞത്. അപ്പോൾ തന്നെ ഫുൾ പറഞ്ഞിട്ട് എന്തായാലും കൊളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മിഷൻസിലോട്ട് കയറുന്ന സമയത്ത് നമ്മളെ ക്യാമ്പയിൻ ഹബ്ബ് സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഹബ്ബ് ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു വശം അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീപ്പിലോട്ട് എത്തി നിങ്ങൾ കരുതുക. നമുക്ക് ലെഫ്റ്റിൽ വേറൊരു അവതാറുണ്ട്, റൈറ്റിൽ വേറൊരു അവതാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് റിവാർഡാണ് വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം ചൂസ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പോകുക. അങ്ങനെ ആയിരിക്കും സംഭവം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് വ്യത്യസ്ത വഴികളിൽ വ്യത്യസ്ത റിവാർഡ് നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ റിവാർഡ് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ആ മെയിൻ റിവാർഡ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിസീവ് ചെയ്യും. പിന്നെ നമുക്ക് ബാക്കി ഏത് റിവാർഡാണ് വേണ്ടി വെച്ചാൽ ആ സൈഡിലോട്ട് നിങ്ങൾ പോയാൽ മതി. ഇപ്പോൾ ലെഫ്റ്റിൽ നമുക്ക് കോയിൻസ് ഉണ്ട്, റൈറ്റിൽ നമുക്ക് ഒരു ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ള ഏതാ വെച്ചാൽ എല്ലാവർക്കും കോയിൻസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ലെഫ്റ്റിൽ പോവുക, ആ ഒരു കോയിൻസ് എടുക്കുക, നേരെ മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെ പരിപാടി വരുന്നത്. അങ്ങനെ ഒരു 2-3 വീക്ക് ഈ ഒരു ക്യാമ്പയിൻ തീരുന്നവരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റിവാർഡുകൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാരും അന്ന് ഇവിടെ ഒന്നും വേണ്ട, അവതാരണം നമുക്ക് കിട്ടാൻ പോകും. നല്ല വേറെ സംഭവം എന്നല്ല ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ, അത് പ്രത്യേകം മനസ്സിലാക്കുക. അവിടെ എത്തുമ്പോൾ കാരണം നമുക്ക് കറക്റ്റായിട്ട് റിവീലായിട്ട് കിട്ടും. അങ്ങനെ അവസാനത്തെ ആ ഒരു ഇതിലാണ് നമ്മളെ സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടാൻ പോകുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ക്യാമ്പയിൻ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആ സെലക്ഷൻ കോൺട്രാക്ട് ആണ്. അത് നമുക്ക് വലിപ്പിച്ച് അവസാനം മാത്രം നമുക്ക് കിട്ടുള്ളൂ. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കുറച്ച് കോയിൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവ്സും കാരണം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നോർമലി കളിച്ച് തീരുന്ന സമയത്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തീരുന്ന ആ രീതിയായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ എന്തായാലും പ്രത്യേകം നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ നമ്മൾ ഷോപ്പിൽ വരുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീക്കായിട്ടാണ് ഒരു പ്ലെയർ എക്സ്പയർ ആയിട്ട് പോയത്. അപ്പോൾ അതിന് പകരമായിട്ട് പുതിയൊരു പ്ലെയർ നമ്മൾ പോയിന്റ് ഷോപ്പിലോട്ട് നമ്മൾ കൊനാമി പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പോയിന്റ്സിന് പ്രത്യേകിച്ചുള്ള ഉപകാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ പോയിട്ട് എടുക്കാം. നമ്മുടെ ജോറ ഹാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്ലെയർ കാർഡ് ഒരു ഫുൾ ബാക്ക് ഫിനിഷറാണ്. അപ്പോൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ട്രൈ നോക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ പോയിട്ട് എടുക്കാം. പിന്നെ കോൺട്രാക്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു നല്ലൊരു വേൾഡ് കപ്പിൻ്റെ പാക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയൊരു പാക്കുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താ, ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് പോകും. അപ്പോൾ അവിടെ കാലിയാവും. അപ്പോൾ അതിന് പകരം ഒരു പുതിയൊരു പാക്ക് എന്ത് ചെയ്യുക, കൊനാമിക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക കൊണ്ടുവരാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള പാക്കാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സെയിം
സെയിം പേരിൽ സെയിം പാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു പ്ലെയേഴ്സിൽ കൊനാമി വലിയ മാറ്റം വരുത്തി. ഫസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മൾ ഹാളണ്ടിൻ്റെ ഒരു ബിഗ് ടൈം കാർഡാണ് കൊനാമി പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോരായിരുന്നു. കാരണം ടൂർണമെൻറ്റിൽ ഒരു കാർഡൊക്കെ വരുന്ന ഒരു സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഹൈപ്പ് കൊനാമി എന്തായാലും കൊടുക്കണം. ഞാൻ കരുതിയത് എംബാപ്പയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസേവിങ് ആയിട്ടുള്ളൊരു പ്ലെയർ. പക്ഷേ എംബാപ്പേൻ്റെ ഒരു കാർഡ് പോലും കൊനാമി കൊണ്ടുവന്നില്ല. നമുക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും നമുക്ക് ഹാളണ്ടിൻ്റെ ഒരു ബിഗ് ടൈം കാർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഫിനിഷിംഗ് ഒപ്പം തന്നെ ബുള്ളറ്റ് ഹെഡർ എന്ന് പറഞ്ഞ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇങ്ങനെ കാർഡ് നമ്മളൊരു പ്ലെയർ ഓഫ് ദ ഡേ പോലും വളരെ സീന് സാധനമാണ്. ഒപ്പം തന്നെ ഷോർട്ട് ടൈമായിട്ട് വേറെ കിട്ടിയതുണ്ട്. ആ നിലക്കാണ് കൊനാമി ഒരു ബിഗ് ടൈം കൂടി ഇറക്കിയിട്ടുള്ളത്. സ്റ്റാറ്റ്സുകൾ നോക്കുക, സ്പീഡ്, കിക്കിംഗ് പവർ, ഫിസിക്കൽ കോൺടാക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് തിരികെ മറിയെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, എല്ലാ സാധനവും. ബോൾ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ ഏരിയൽപരമായിട്ടുള്ള എന്താ വെച്ചാൽ നമുക്ക് തരും. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീക്ക് ഫുട്ടേജിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ വളരെ റയറാണ്. ആക്യുറസിയും വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ പറ്റ കുറവാന്ന് പറയുന്നില്ല, പക്ഷേ ചെറിയ കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഡോമിനൻറ്റ് ഫുട്ട് കൊണ്ട് മാത്രം കളിപ്പിക്കുന്ന ആ രീതിയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പറ്റുന്ന ഭാഗത്ത് മാത്രം വെച്ച് കളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മുതലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഹാരിക്കേണ് നമുക്കറിയാലോ, ലോ സ്ക്രീമറൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീറ്റ് എന്ന് പറഞ്ഞ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇംഗ്ലണ്ടിൻ്റെ പാക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ കെയിനെ കിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയിനെ കിട്ടിയ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡീപ്പ് ലൈൻ ഫോറാണ് വരുന്നത്. നിങ്ങൾക്ക് വരുന്നൊരു വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പീഡാണ്. നമുക്കൊരു 85 to 90 നമുക്ക് ഇങ്ങനെ സ്പീഡും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അങ്ങനെ എല്ലാ കാർഡും അങ്ങനെ തന്നെയാണ്. കാരണം ഡീപ്പ് ലൈൻ ഫോർഡാണ്, സാധാരണ പോലെയല്ല, മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വലിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാർഡിനെ കൊനാമി നല്ല ഇറക്കിയിട്ടുള്ള നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു കാർഡിനും കൊനാമി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ റൊമേറോ ആണ്, ഏൽ ഫോട്ടോ അപ്പോൾ തന്നെ ലോങ് റീച്ച് ടാക്കിൾ എന്ന് പറഞ്ഞ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം കിട്ടിയ അതേപോലെ അല്ല, നല്ല രീതിയിലുള്ള സ്പീഡും ഡിഫൻസീവമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഇൻക്രീസ് ആയി കൊടുത്തിട്ടുള്ള ഒരു കാർഡിനാണ് കൊനാമി ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു പാക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാളണ്ടിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ട്രൈ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ട്രൈ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ മൺഡേ വരാൻ പോകുന്ന പാക്കിനെ കുറച്ച് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്, കിട്ടുമല്ലോ നോക്കി നോക്കുക. സോ AMF ഈ പാക്കിൽ ആരുമില്ല, സ്വാഭാവികമായിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. കാര്യം പറയാം, കോയിൻസ് കൊടുക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. കാരണം ഇതിൽ കൊടുക്കണേക്കാൾ ഭേദമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്പെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് ഷുവറായിട്ടൊരു പ്ലെയർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലാണെങ്കിൽ 3 പ്ലേയേഴ്സ് മാത്രം വന്നിട്ടുള്ളതിനും അതിലാണെങ്കിൽ കൊനാമി 150 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും. സോ ഒരിക്കലും ഒരു ലാഭമായിട്ടുള്ളൊരു പാക്കല്ല, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ മൺഡേ നമുക്ക് ഏത് പാക്കാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ കൊനാമി ഡാറ്റാ ബേസിലോട്ട് ഒന്നും ആഡ് ആയിട്ടില്ല. ഷോർട്ട് ടൈം പ്ലേയേഴ്സിനെയോ എപ്പിക് പ്ലേയേഴ്സിനെയോ ഒന്നും ഇപ്പം നിലവിൽ കൊനാമി ആഡാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി വല്ല സർപ്രൈസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരും നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ഈ ഫുട്ബോൾ കണക്റ്റ് നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം 5:00 വരുന്നത്. സോ ഒരു 5:00 നമുക്ക് ഏതൊക്കെ സ്പെഷ്യലായിട്ടുള്ള പാക്കുകൾ കൊനാമി അതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് അത് നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ആ രീതി കൊനാമി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് മൺഡേ വരാൻ പോകുന്ന പാക്ക്. കാരണം ഇപ്പം നിലവിൽ നമ്മളെ ഷോർട്ട് ടൈം ആയിട്ടുള്ള പാക്കുകളോ നമ്മളൊരു എപ്പിക് ആയിട്ടുള്ള പാക്കുകളിൽ വരാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മളെ ഡാറ്റാ ബേസിലോട്ട് ആഡ് ആയിട്ടില്ല എന്നുള്ള നമുക്ക് ഗവൺമെൻറ് വലിയൊരു മാറ്റം കൊനാമി വരുത്തിയിട്ടുണ്ട്. അവരെടുത്ത് പറഞ്ഞൊരു കാര്യം കൂടിയാണ്, മെസ്സേജിലുണ്ട്. കാരണം നേരത്തെ നല്ല ഹൈറ്റ് നല്ല ഉണ്ടായിരുന്നു, ആ ഒരു ഹൈറ്റ് വെട്ടി കുറച്ചിപ്പോൾ 192 ആ നിലക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുമ്പ് കിട്ടിയ ഒരു കാർഡിൻ്റെ ലെവൽ കവറേജും കാര്യങ്ങളൊന്നും ഈ ഒരു കാർഡ് നമുക്ക് എന്തായാലും കിട്ടാനും പോകുന്നില്ല. അതും കൂടി പ്രത്യേകം മനസ്സിലാച്ചോളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാർഡാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ലെവൽ എന്തായാലും ഉണ്ടാവും. പിന്നെ എല്ലാവരുടെ കയ്യിലും ഫേർണൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയൊരു ഇത് എന്തായാലും ഉണ്ടായിക്കോളുന്നില്ല. അതിൽ കൊനാമി ഇത് കൊണ്ടിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക് വീണ്ടും കൊനാമി കൊണ്ടുവന്നിട്ടുണ്ട്. അത് എങ്കോഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനി നേരത്തെ ഇറക്കിയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവ തന്നെ നിങ്ങൾ എല്ലാ വീക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം നമ്മളൊരു ലീഗ് മാച്ചുകൾ തുടങ്ങുന്നത് വരെ ഇനി പ്രത്യേകിച്ച് കൊനാമി ഒന്നും എന്തില്ല പ്ലേയേഴ്സ് ഒരു പ്ലെയർ ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. വേൾഡ് കപ്പ് ആയ സമയത്ത് പ്ലെയർ ഓഫ് ദ ഡേ ഉണ്ടായിരുന്നു, പക്ഷേ അതേപോലെ പ്രശ്നം കൊണ്ടുവരാൻ സാധിച്ചോളന്നില്ല. പിന്നെ അവർ കുറച്ച് 2 പാക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട്. നമുക്ക് യാതൊരു ബന്ധവുമില്ല, കാരണം നമ്മൾ തൊട്ട് നോക്കുന്ന പോലുമില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ കോയിൻസിനും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളോ ഒന്നും പറയാനുമില്ല. പിന്നെ നമ്മൾ ഇവൻറ്റ്സോട് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 1-2 ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവൻ്റ് ആണ് 50 കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് എക്സ്ട്രാ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു 25 കോയിൻ ഇവൻ്റ് ഉണ്ടായിരുന്നു വേൾഡ് കപ്പിന് ഭാഗമായിട്ട്, അതെന്തായാലും കൊനാമി കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവൻ PvPയിൽ ഞാൻ പറഞ്ഞ പോലെ പെനാൽറ്റി ഷൂട്ടിൻ്റെ ഒരു ഇവൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 50 കോയിൻ ഇവൻ്റ് നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാക്സിമം ഒരു കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ പാക്കിൽ പ്ലേസ് നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മളെ മസാറോ ആണ്. മുമ്പ് നമുക്ക് അങ്ങനെ സെയിം കാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 2 നമ്മൾ സ്കോൾസ് ആണ്, ബോക്സ് ഓനോ സാറ് ഹോൾ പ്ലെയർ ആണ് വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ സീമൻ ഉണ്ട്. ഇങ്ങനെ കാർഡ് ഫ്രീ ആയിട്ട്
നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു. അതുപോലെ തന്നെ കൊനാമി കൊണ്ടുവരും ചെയ്ത് ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് വരുന്നത്. പിന്നെ അവിടെ ബെർക്യാം ഉണ്ട്, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് വരുന്നത്. നമ്മുടെ വാൻ ബമ്മലുണ്ട്, ആളൊരു ആങ്കർമാനും കൂടിയാണ്. പിന്നെ നമ്മൾ മാർക്കോ റോയ്സ് ഉണ്ട്, പോൾവി വിങ്ങറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ റൈക്കാർഡിൻ്റെ ഒരു ഡെസ്റ്റോർ കാർഡ്, പിന്നെ ഒപ്പം തന്നെ നമ്മൾ റൂയി കോസിൻ്റെ ഒരു ക്ലാസിക് നമ്പർ 10, ഇത്രയും പ്ലേയേഴ്സാണ് ഇതിൽ വരാൻ പോകുന്നത്. നമുക്ക് ഹിഡനായിട്ട് കണ്ട പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പാക്കിൽ ബെസ്റ്റ് പ്ലെയർ ആരാന്നുള്ള വീണ്ടും നമുക്ക് എന്തായാലും ചെയ്യാം. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് പ്ലേയേഴ്സിന് ചൂസ് ആക്കിയാൽ മതി. മിസ്റ്റേക്ക് ആരും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കണ്ട് താഴെ ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. സോ ഗൈസ് ബൈ.